തകർന്ന ശബ്ദത്തെയും ഉറക്കത്തിൽ ഉണർന്ന ദേവദൂതന്മാരെയും ഓർത്ത് നാം അമ്പരന്നപ്പോൾ, അപ്പോൾ പാടിയിരുന്ന ഗാനം നമുക്ക് നഷ്ടപ്പെട്ടു. കാലത്തിനു സൂക്ഷിക്കാൻ കഴിയാത്ത പ്രകാശവും. ഉറക്കം ഞെട്ടിയുണർന്ന് നാം അമ്പരന്നു കിടക്കുന്ന ആ നിമിഷത്തിൽ പ്രകാശവും ശബ്ദവും എല്ലാം ഏറ്റുപറയുന്നു. ഈ നിമിഷത്തെ നമുക്ക് മെരുക്കി വളർത്തുക. ഈ നിമിഷം ഉറങ്ങുന്ന മരക്കൊമ്പിൽ നിന്ന് തെറിച്ചുപോയ പറവക്കൂട്ടം പോലെ കവിയുടെ വാക്കുകൾ കാലത്തിലേക്ക് വീണുപോയിരിക്കുന്നു, കാലത്തിനു സൂക്ഷിക്കാൻ വേണ്ടി. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്ററോളം മുകളിൽ കുമയൂൺ നിരകളിലെങ്ങോ മഞ്ഞു പുതച്ചു കിടക്കുന്ന നൈനിറ്റാൾ. അവിടെ ഭൂതകാലങ്ങളിൽ തണുത്തുറഞ്ഞു പോയ നിറങ്ങളില്ലാത്ത ചില ജീവിതങ്ങൾ ഇടയ്ക്ക് പതിയെ വീണുടഞ്ഞുരുകിയുറച്ചങ്ങനെ. മലയാളിക്ക് MT സമ്മാനിച്ച മഞ്ഞ്, അത് വായനക്കാരൻ്റെ മനസ്സിൽ മെല്ലെ വന്ന് പതിച്ച് നേർത്ത തണുപ്പ് പരത്തുന്നു, മരവിപ്പാർന്ന ഒരു തണുപ്പ്. 30 കഴിഞ്ഞ വിമല, പ്രതാപം നഷ്ടപ്പെട്ട് കിടപ്പിലായ അച്ഛനും ലഹരിക്കടിമപ്പെട്ട അനിയനും വഴിവിട്ട ബന്ധം പുലർത്തുന്ന അമ്മയും പക്വതയെത്താത്ത അനിയത്തിയും ചേർന്ന തൻ്റെ കുടുംബം വിട്ട് എന്നോ തനിക്ക് സ്വർഗം സമ്മാനിച്ച നീല ഞരമ്പുകൾ തുടിക്കുന്ന മുഖത്ത് നീല കണ്ണുകളുള്ള നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയുള്ള ഒരാൾക്കു വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ ഒരു തടവുകാരി. അമ്മ തന്നെ ഏൽപ്പിച്ച മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം മാത്രം കൈമുതലാക്കി ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വിദേശിയായ തൻ്റെ പിതാവിനെ കാത്തിരിക്കുന്ന ബുദ്ധു. രക്ഷിതാവിൽ നിന്നും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനമെന്നോണം ഏതാനും ദിനങ്ങൾ കൂടി നീട്ടിക്കിട്ടിയ സർദാർജി. അദ്ദേഹം തിരിഞ്ഞ് നടക്കുകയാണ് അതേ വഴികളിൽ കൂടി ഒരിക്കൽ കൂടി. എന്നാൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരതിഥിയായി മരണം, ഏതു നിമിഷവും പ്രതീക്ഷിക്കാവുന്ന ഒരതിഥി. ആ മനുഷ്യൻ വിമലയുടെ ഹൃദയത്തിൽ ഉറച്ചുകിടന്ന മഞ്ഞ് പാളികളെ പതിയെ അലിയിച്ചു കളയുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്.